അപ്പോൾ നമ്മൾ പറഞ്ഞ ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീൻ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ വേറെ പേര് പറഞ്ഞിരുന്നു മോണോ ഹൈബ്രിഡ് ക്രോസ്. മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയാൻ കാരണം എന്തായിരുന്നു? ഒരു ട്രെയ്റ്റ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെയാണ് സ്റ്റഡി ചെയ്തത്, അങ്ങനെയാണ് മോണോ ഹൈബ്രിഡ്. സോ ഒരു ക്യാരക്ടർ ഒരു ട്രെയ്റ്റിനെ സ്റ്റഡി ചെയ്തിട്ടുണ്ടാവുന്ന ക്രോസാണ് മോണോ ഹൈബ്രിഡ് ക്രോസ്. അപ്പോൾ അതിൽ നമ്മൾ റേഷ്യോ ഒക്കെ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് നമ്മളവിടെ യൂസ് ചെയ്തത്. അതിനുവേണ്ടി പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് പണ്ണറ്റ് സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ ബോക്സ് എന്ന് പറയും. പണ്ണറ്റ് സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ ബോക്സിലൂടെയാണ് നമ്മൾ ഫീനോട്ടിപ്പിക് ജീനോട്ടിപ്പിക് റേഷ്യോ ഒക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഒരു ചെക്കർ ബോർഡ് പോലെയാണ്. സോ ഇത് പ്രപ്പോസ് ചെയ്തതാണ് റെജിനാൾഡ് സി പണ്ണറ്റ് എന്ന് പറഞ്ഞ ആളാണ്. റെജിനാൾഡ് സി പണ്ണറ്റ്, അങ്ങനെയാണ് അതിൻ്റെ പേര് പണ്ണറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് സ്ക്വയർ ബോക്സുകൾ യൂസ് ചെയ്യാം. ഇത് രണ്ടിലൂടെയാണ് നമുക്ക് മോണോ ഹൈബ്രിഡ് ക്രോസ് അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീനിൻ്റെ റേഷ്യോ, ഫീനോട്ടിപ്പിക് ജീനോട്ടിപ്പിക് റേഷ്യോ, എത്ര നമ്പർ ഓഫ് ഓരോ ട്രെയ്റ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം സ്റ്റഡി ചെയ്ത പ്യുവർ ടോള് പ്യുവർ ഡോർഫ് സെൽഫിങ് വഴി കിട്ടിയതിനെ അതിനെ നമ്മൾ ക്രോസ് പോളിനേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയത് നമ്മൾ എങ്ങനെയാണ് അതിനെ എക്സ്പ്രസ് ചെയ്യാമെന്ന്. പ്യുവർ ടോളും പ്യുവർ ഡോർഫിനെയും ക്രോസ് പോളിനേറ്റ് ചെയ്യുമ്പോൾ കിട്ടുമ്പോൾ നമ്മൾ പറഞ്ഞു ഇങ്ങനെ എഴുതണേ നമ്മൾ ഒരു പെയറിൽ നിന്ന് ഓരോന്നും ഓരോ ഗ്യാമറ്റായിട്ട് മാറുകയാണ്. സോ ഈ പെയർ ഓഫ് ജീനുകളിൽ നിന്ന് അലീലുകൾ ഓരോന്ന്, സോ ഇതിൻ്റെ ഗ്യാമറ്റ്, ഇതിൻ്റെ ഗ്യാമറ്റ്, അതുപോലെ ഇതിൻ്റെ ഗ്യാമറ്റ്, ഇതിൻ്റെ ഗ്യാമറ്റ്, സോ ഡോർഫിൻ്റെ ഗ്യാമറ്റ്, അതുപോലെ ടോളിൻ്റെ ഗ്യാമറ്റ് നമ്മളിങ്ങനെ എഴുതി. ഇങ്ങനെയാണ് നമ്മളൊരു സ്ക്വയർ ബോക്സ് വരയ്ക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ചെക്കർ ബോർഡ് എന്നും കൂടി പറയാം. അപ്പോൾ ഈ ചെക്കർ ബോർഡ് വരയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ ടോളിൻ്റെ ഗ്യാമറ്റുകൾ ഡോർഫിൻ്റെ ഗ്യാമറ്റുകൾ ഇങ്ങനെ എഴുതും. ഒരു സൈഡിൽ ഒരു ക്യാരക്ടറിൻ്റെ ഗ്യാമറ്റുകൾ, മറ്റേ സൈഡിൽ മറ്റേ ക്യാരക്ടറിൻ്റെ ഗ്യാമറ്റുകൾ എഴുതി. എന്നിട്ട് നമ്മളിതിനെ ക്രോസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ക്യാപിറ്റൽ ടി സ്മോൾ ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ക്യാപിറ്റൽ ടി സ്മോൾ ടി. അതുപോലെ വീണ്ടും നമുക്ക് അടുത്തൊരു കോമ്പിനേഷൻ ക്യാപിറ്റൽ ടി സ്മോൾ ടി കോമ്പിനേഷൻ, ക്യാപിറ്റൽ ടി സ്മോൾ ടി. സോ ഓരോന്നും ഇതിനെ ഇതുമായിട്ടും ഇതിനെ ഇതുമായിട്ട് ക്രോസ് ചെയ്യുന്നു. സോ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇത്, അതുപോലെ ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഈ ഒരു കോമ്പിനേഷൻ. രണ്ടാമത്തതിൽ ഇതും ഇതുമായിട്ട് ക്രോസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ടി സ്മോൾ ടി കിട്ടി. അതുപോലെ ഇതും ഇതുമായിട്ട് ക്രോസ് ചെയ്യുന്നു, ക്യാപിറ്റൽ ടി സ്മോൾ ടി. അപ്പോൾ ഓരോ ഗ്യാമറ്റുകളും മറ്റേ ഗ്യാമറ്റുകളുമായിട്ട് ക്രോസ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടണം. സോ ഇങ്ങനെ 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 ഇങ്ങനെ, അതുപോലെ അടുത്ത ഗ്യാമറ്റ് എടുത്തു, അതും ഇതുമായിട്ടും ക്രോസ് ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് ഇങ്ങനത്തെ 4 എണ്ണം കിട്ടണത്. അപ്പോൾ നമ്മുടെ F1 ജനറേഷനിൽ എന്താണ് നമുക്ക് കിട്ടിയത്? എല്ലാം ടോളായിരുന്നു. F1 എല്ലാം ഇങ്ങനെയാണ് കിട്ടിയത്, ക്യാപിറ്റൽ ടി സ്മോൾ ടി. കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കിയത് എല്ലാം ടോളാണ്. അതിൽ ഈ ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ഡോമിനൻറ്റ് ട്രേറ്റും ഇത് റെസിസീവ് ട്രേറ്റാണ്. അങ്ങനെയാണ് നമ്മളതിനെ സെൽഫ് ചെയ്തിട്ട് ഈ ഡ്വാർഫ് ട്രേറ്റിന് എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ F1 തന്നെ സെൽഫ് ചെയ്തതാണ് ഇങ്ങനെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ സെൽഫ് ചെയ്തിട്ട് അപ്പോഴും നമ്മളതിനെ ഗ്യാമറ്റുകളായിട്ട് എഴുതുന്നു. ഇൻഡിവിജ്വൽ ഗ്യാമറ്റ്, ഈ ഗ്യാമറ്റ് ഈ ഗ്യാമറ്റ്, അതുപോലെ ഈ ഗ്യാമറ്റ് ഈ ഗ്യാമറ്റ്. അപ്പോൾ ഓരോന്നും ഇൻഡിവിജ്വൽ, ഇതിൻ്റെ ഓരോ ഗ്യാമറ്റ് ഇവിടെ എഴുതി, ഇതിൻ്റെ ഒരു ഗ്യാമറ്റുകൾ രണ്ടും ഇവിടെ എഴുതി. എന്നിട്ട് വീണ്ടും നമ്മൾ ഈ സ്ക്വയർ ബോക്സ് അല്ലെങ്കിൽ ചെക്കർ ബോർഡിൽ അവരെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഇവരും ക്രോസ് ചെയ്തു, ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി, ഇനി ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇനി അടുത്തത് സ്മോൾ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി സ്മോൾ ടി, അതുപോലെ സ്മോൾ ടി സ്മോൾ ടി സ്മോൾ ടി സ്മോൾ ടി. അങ്ങനെ ഡ്വാർഫ് കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടി പ്യുവർ ഹോമോസൈഗസ് ടോള്, 2 ഹെട്രോസൈഗസ് ടോള്, ഒരു പ്യുവർ ഹോമോസൈഗസ് ഡ്വാർഫ്. നമ്മുടെ റേഷ്യോ F2 എന്തായിരുന്നു? 3:1 ഫിനോട്ടിപ്പിക് റേഷ്യോ, 1:2:1 ജീനോട്ടിപ്പിക് റേഷ്യോ. സോ ഈ റേഷ്യോ നമുക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഫിനോട്ടിപ്പിക്കും ജീനോട്ടിപ്പിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇതാണ് നമ്മുടെ സ്ക്വയർ ബോക്സ്. അതിനെ തന്നെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം പണ്ണറ്റ് സ്ക്വയറിൽ. പണ്ണറ്റ് സ്ക്വയർ ഇങ്ങനെയാണ്, ഈ ഷേപ്പിലായിരിക്കും. അത് തന്നെ ഇതിലേത് മെത്തേഡ് ഉപയോഗിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ ഫിനോട്ടിപ്പിക് ജീനോട്ടിപ്പിക് റേഷ്യോ കറക്റ്റായിട്ട് എഴുതാം. ഇതുപോലെ തന്നെ ഇൻഡിവിജ്വൽ നമ്മുടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറഞ്ഞ ആ ക്രോസിനെ ആദ്യത്തെ ആ പ്യുവർ ഹോമോസൈഗസ് ആയിട്ടുള്ള ടോളും ഡ്വാർഫിനെ നമ്മൾ ഗ്യാമറ്റുകളായിട്ട് നേരത്തെ എഴുതിയ പോലെ തന്നെ എഴുതി. പക്ഷേ അതിൻ്റെ ഷേപ്പ് മാത്രം ആ ചെക്കർ ബോർഡ് സ്ക്വയർ ബോക്സിന് പകരം ഈ ഒരു ഷേപ്പിലാണ് പണ്ണറ്റ് സ്ക്വയർ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻഡിവിജ്വൽ ടോളിൻ്റെ ഇൻഡിവിജ്വൽ ഗ്യാമറ്റുകൾ, ഡ്വാർഫിൻ്റെ ഇൻഡിവിജ്വൽ ഗ്യാമറ്റുകൾ, അതാണ് നമ്മളോട് ഗ്യാമറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കിട്ടുന്നതായിരുന്നു നമ്മുടെ F1 ജനറേഷൻ. F1 ജനറേഷനിൽ ഇതുപോലെ തന്നെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇത് കിട്ടി. അതുപോലെ തന്നെ അതിനെ ക്യാപിറ്റൽ ടി സ്മോൾ ടി നമുക്ക് അടുത്തത് കിട്ടി. അതുപോലെ അടുത്ത ഗ്യാമറ്റ് എടുത്തു, ക്യാപിറ്റൽ ടി സ്മോൾ ടി എടുത്തു, അതിൻ്റെ അടുത്ത ഗ്യാമറ്റ് ക്യാപിറ്റൽ ടി സ്മോൾ ടി. സോ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചപ്പോൾ നമുക്ക് ആ സ്ക്വയർ ബോക്സിൽ കിട്ടിയ പോലെ തന്നെ ഇവിടെയും എന്താണ് കിട്ടിയത്? F1 എല്ലാം ടോളായിട്ട് നമുക്ക് കിട്ടി.
ഇനി അതേപോലെ തന്നെ അതിൻ്റെ F2 ജനറേഷൻ കിട്ടാനായിട്ട് വീണ്ടും പണ്ണറ്റ് സ്ക്വയർ വരച്ചു. ഈ ഇൻഡിവിജ്വൽ ഗാമറ്റുകൾ എടുത്തെഴുതി. ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഈ ഗാമറ്റുകൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഈ 2 ഗാമറ്റുകൾ എടുത്തെഴുതി. ഇനി ഇവരെ തമ്മിൽ ക്രോസ് ചെയ്തു. ക്യാപിറ്റൽ ടി നമ്മുടെ പ്യുവർ ഹോമോസൈഗസ് ടോൾ കിട്ടി. അതുപോലെ അടുത്തത് ക്യാപിറ്റൽ ടി സ്മോൾ ടി, അത് നമുക്ക് കിട്ടി. അതിൻ്റെ അടുത്ത സാധ്യത ക്യാപിറ്റൽ ടി സ്മോൾ ടി, അടുത്തത് കിട്ടി. സ്മോൾ ടി അതും കിട്ടി. സോ ഇതുപോലെ ഹോമോസൈഗസ് ടോൾ, 2 ഹെറ്ററോസൈഗസ് ടോൾ, ഒരു പ്യുവർ ഹോമോസൈഗസ് ഡ്വാർഫ്. ഇങ്ങനെ വന്നാലും നമുക്ക് ഫിനോട്ടിപ്പിക് റേഷ്യോ 3:1, ജീനോട്ടിപ്പിക് റേഷ്യോ 1:2:1, 1:2:1. സോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫിനോട്ടിപ്പിക്കും ജീനോട്ടിപ്പിക്കും റേഷ്യോ ഒന്നുകിൽ ഇതുപോലെ ചെക്കർ ബോർഡ് അല്ലെങ്കിൽ സ്ക്വയർ ബോക്സ് വരച്ചിട്ട് അല്ലെങ്കിൽ പണ്ണറ്റ് സ്ക്വയർ വരച്ചിട്ട്, ഏത് മെത്തേഡാണ് നമുക്ക് ഈസി ആയിട്ട് കൺവീനിയൻ്റ് ആയിട്ട് തോന്നണേ. ഓരോ ഗാമറ്റുകളും അടുത്ത ഗാമറ്റുകളുമായിട്ട് ക്രോസ് ചെയ്തൊരു കോമ്പിനേഷൻ ഉണ്ടാക്കുന്നു. 2 സ്ഥലത്തും അത് തന്നെയാണ് സംഭവിച്ചത്. അങ്ങനെ നമുക്ക് അതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാവുന്നതാണ്. ഈസി ആയിട്ട് നമുക്ക് മോണോ ഹൈബ്രിഡിൻ്റെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന 2 ജീൻ 3 ജീൻ ഏത് ട്രേറ്റ് ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് റേഷ്യോ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് നമ്മുടെ പണ്ണറ്റ് സ്ക്വയർ. പ്രപ്പോസ് ചെയ്തത് റെജിനാൾഡ് സി പണ്ണറ്റാണ്.